ഹായ് ഓൾ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ലിംഫാറ്റിക് സിസ്റ്റമാണ്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ നമ്മുടെ ചില ആൾക്കാരുടെ കാലുകളിലൊക്കെ ഇങ്ങനെ മന്ത് പോലെ കാണത്തില്ലേ? എലിഫൻറ്റാസിസ് എന്ന് പറയുന്ന അസുഖമാണ് അല്ലേ? ഇതെന്താണ് മന്ത് കാണുന്നത്? ഈ മന്ത് ഉണ്ടാകുന്നതിൻ്റെ റീസൺ എന്തായിരിക്കും? അത് നമുക്ക് നോക്കാം. എന്തായിരിക്കും അതിൻ്റെ റീസൺ എന്നുള്ളത് നോക്കാം. ഓക്കെ, അതിനു മുമ്പായിട്ട് ലിംഫ് എന്താണെന്ന് അറിയണം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ലിംഫാറ്റിക് സിസ്റ്റമാണ് അല്ലേ? അപ്പോൾ എന്താണ് ഈ ലിംഫ്? ലിംഫാറ്റിക് സിസ്റ്റത്തിനകത്ത് ലിംഫ് വെസൽസും ലിംഫും ഒക്കെ അടങ്ങുന്നതാണ്. ഇതിൻ്റെ ഓർഗൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, എന്താണ് ലിംഫ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം പഠിച്ചല്ലേ? ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം പഠിച്ചപ്പോൾ അതിലെന്താ പറഞ്ഞേ? രണ്ട് തരം സർക്കുലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. വൺ ഈസ് പൾമണറി സർക്കുലേഷൻ ആൻഡ് അനദർ വൺ ഈസ് സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലേ? സിസ്റ്റമിക് സർക്കുലേഷനിൽ ഓൾ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ബ്ലഡ് ഹാർട്ട് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓൾ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ അവിടെ എന്താവശ്യമാണ്? പ്രഷർ ആവശ്യമാണ് അല്ലേ? ലെഫ്റ്റ് വെൻട്രിക്കിളിന് കൺട്രാക്ഷൻ സംഭവിക്കുമ്പോഴാണ് ഓൾ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് ഈ ബ്ലഡ് സ്ക്വീസ് ഔട്ട് ചെയ്യുന്നത് അല്ലേ? അന്നേരം പ്രഷറോടുകൂടിയാണ് ആ ഒരു ബ്ലഡ് അന്നേരം ആർട്ടറിയിലോട്ട് അല്ലെങ്കിൽ ഈ ബ്ലഡ് വെസൽസിലോട്ട് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ആർട്ടറിയുടെ വോൾസിനെയൊക്കെ എന്ത് ചെയ്യും? ഈ പ്രഷർ ഉണ്ടല്ലേ, ആർട്ടറിയുടെയൊക്കെ വോൾസിന് ഈ പ്രഷറുണ്ട്. ഓക്കെ, ഇനിയും ഇങ്ങനെ ഇതാണ് സർക്കുലേറ്ററി സിസ്റ്റം കേട്ടോ. ഇതാണ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഓക്കെ, ഇതാണ് സർക്കുലേറ്ററി സിസ്റ്റം വരുന്നത്. ഇതിൽ ആർട്ടറിയിൽ എങ്ങനെയുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡാണുള്ളത് അല്ലേ? ആർട്ടറിയിൽ കൂടി സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡാണ് പമ്പ് ചെയ്യുന്നത്. ഈ ലെഫ്റ്റ് ആർട്ടറിയത്തിൽ നിന്ന് ഇത് പ്രഷറോട് കൂടിയാണ് ഈ ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ആർട്ടറിയിൽ പ്രഷർ കൂടുതലായിരിക്കും. വെയിനിൽ എന്തായിരിക്കും? ബ്ലഡ് വെസൽസ് ആണ് ആർട്ടറിയും വെയിനും. ആർട്ടറിയിൽ ഓക്സിജനേറ്റഡ് ബ്ലഡും വെയിനിൽ അതായത് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ബ്ലഡുമാണുള്ളത്. ആർട്ടറിയിൽ പ്രഷർ കൂടുതലായിരിക്കും. കാരണം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിൽ നിന്ന് ഓൾ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? അവിടെ പ്രഷറുണ്ട് അല്ലേ? പക്ഷേ വെയിനിൽ പ്രഷർ കുറവാണ്. വെയിനിന് എന്ത് കുറവാണ്? എന്തായിരിക്കും വെയിനിന് പ്രഷർ കുറയാൻ കാരണം? അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ പ്രഷറോട് കൂടി തന്നെ ഈ ബ്ലഡ് ആർട്ടറിയിൽ വരുമ്പോൾ നമ്മുടെ ഓൾ സെൽസിലൊക്കെ എന്ത് കാണപ്പെടുന്നു? ക്യാപ്പിലറീസ് കാണപ്പെടുന്നു അല്ലേ? സെല്ലുകളിലൊക്കെ എന്ത് കാണപ്പെടുന്നു? ഈ ക്യാപ്പിലറീസ് കാണപ്പെടുന്നു. അപ്പം ഈ ആർട്ടറി വന്ന് എൻഡ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ആർട്ടറി വന്ന് എൻഡ് ചെയ്യുന്നത് ബ്ലഡ് ക്യാപ്പിലറീസിലോട്ടാണ് അല്ലേ? ക്യാപ്പിലറീസിൻ്റെ പ്രത്യേകത എന്താണ്? ക്യാപ്പിലറീസിൻ്റെ പ്രത്യേകത എന്താണ്? ക്യാപ്പിലറീസ് വഴിയാണ് ഓൾ സെൽസിലേക്കൊക്കെ എന്ത് നടക്കുന്നത്? ബ്ലഡിൽ ഇപ്പം ആർട്ടറിയും വെയിനും എന്താണ്? ക്ലോസ്ഡ് വെസൽസ് ആണ്. ഈ ടിഷ്യൂനെയൊക്കെ കവർ ചെയ്ത് എന്ത് കാണപ്പെടും? നെറ്റ്വർക്ക് പോലെ ബ്ലഡ് ക്യാപ്പിലറീസ് കാണപ്പെടും. ബ്ലഡ് ക്യാപ്പിലറീസിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിന് ഹോൾസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ എക്സ്ചേഞ്ച് നടക്കുന്ന ന്യൂട്രിയൻസ് ആണെങ്കിലും ഈ ഗ്യാസസ് ഒക്കെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് നടക്കുന്നത് ഈ സെല്ലിലും ബ്ലഡിലുമാണ് അല്ലേ? ഈ ക്യാപ്പിലറീസിലുമാണ് എക്സ്ചേഞ്ച് നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഈ ഹോൾസ് ഉണ്ട് അല്ലേ? എന്തിന് ഹോൾസ് ഉണ്ട്? ഈ ബ്ലഡ് ക്യാപ്പിലറീസിന് ഹോൾസ് ഉണ്ട്. അപ്പം ഓക്സിജനൊക്കെ ഇങ്ങനെ ആ ഹോൾസിൽ കൂടി വെളിയിലോട്ട് വരുമ്പോഴത്തേക്ക് എന്തുണ്ട്? ഈ ആർട്ടറിക്കുള്ളിൽ പ്രഷറുണ്ട്. ആ ഒരു പ്രഷറിൻ്റെ കാരണത്താൽ ഈ ഹോൾസിൽ കൂടി ബ്ലഡിലെ പ്ലാസ്മ ഊസ് ഔട്ട് ചെയ്യും. ബ്ലഡിലെ പ്ലാസ്മ എന്ത് ചെയ്യും? ഊസ് ഔട്ട് ചെയ്യും. ഈ സെല്ലിനിടയിലേക്ക് എന്ത് ചെയ്യും? ഊസ് ഔട്ട് ചെയ്യും. എന്ത് ചെയ്യും? സെല്ലിനിടയിലേക്ക് ഊസ് ഔട്ട് ചെയ്യും. അപ്പം ചിന്തിച്ച് നമ്മുടെ ബ്ലഡിനുള്ളിലെ പ്ലാസ്മ ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്ത് നമ്മുടെ ഈ സെല്ലുകളിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ ആ സെല്ലിന് എന്ത് സംഭവിക്കും? സെല്ല് ഡാമേജ് ആകും. സെല്ലിന് ഓക്സിജൻ കിട്ടാതാകും. സെല്ല് ഡാമേജ് ആകും അല്ലേ? സെല്ലൊക്കെ ഡാമേജ് ആയി പോകും. അങ്ങനെയാണ് എലിഫൻറ്റാസിസ് പോലുള്ള അസുഖങ്ങൾ, മന്ത് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ആ ഫ്ലൂയിഡ് അവിടെ കെട്ടിക്കിടന്നിട്ട് അത് ഇൻഫെക്ഷനായിട്ട് ആ ഫ്ലൂയിഡ് അവിടെ കെട്ടിക്കിടക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് അല്ലേ? ഇങ്ങനെ മന്ത് പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ നമുക്കിങ്ങനെ അങ്ങനെ ഫ്ലൂയിഡ് ഊസ് ഔട്ടായിട്ട് ഈ ഓൾ ഓവർ ദ ബോഡിയിൽ എന്തുണ്ട്? ബ്ലഡ് ക്യാപ്പിലറീസ് ഉണ്ടല്ലോ. ഈ ബ്ലഡ് ക്യാപ്പിലറീസ് ആണ് എന്ത് നടക്കുന്നത്? എക്സ്ചേഞ്ച് നടക്കുമ്പോൾ ഈ ആർട്ടറിയിലെ ബ്ലഡിൻ്റെ പ്രഷർ മൂലം ആ ബ്ലഡിലെ വാട്ടർ കണ്ടൻ്റായ പ്ലാസ്മ ഊസ് ഔട്ട് ചെയ്ത് വെളിയിൽ വരും. ഈ സെല്ലിനിടയിലേക്കൊക്കെ ഊസ് ഔട്ട് ചെയ്ത് വെളിയിൽ വരും.
ഓക്കെ, ഈ സെല്ലിനിടയിലേക്ക് യൂസ് ഔട്ട് ചെയ്ത വെളിയിൽ വന്ന ഈ ഫ്ലൂയിഡിനെ, അതായത് ഈ പ്ലാസ്മ ഫ്ലൂയിഡിനെ അത് യൂസ് ഔട്ട് ചെയ്ത് വെളിയിൽ വന്ന് കഴിയുമ്പോൾ അത് ഈ സെല്ലുകൾക്കിടയിലൊക്കെ ഇങ്ങനെ കാണപ്പെടും അല്ലേ. അപ്പം ആ സെല്ല് ഡാമേജ് ആയിപ്പോവും. സെല്ലൊക്കെ എന്ത് ചെയ്യും, ഡാമേജ് ആവും, സെല്ലിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഓക്സിജൻ ലഭിക്കുകയില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഫ്ലൂയിഡ് അവിടെ പ്ലാസ്മ ഇങ്ങനെ യൂസ് ഔട്ട് ചെയ്ത് കിടന്നാൽ അവിടെ എന്ത് ലഭിക്കത്തില്ല, ഓക്സിജൻ ഒന്നും സെൽസിന് ലഭിക്കില്ല, സെൽസൊക്കെ ഡാമേജ് ആയി പോകും. അപ്പം സെൽസൊക്കെ ഇങ്ങനെ ഡാമേജ് ആയി പോകും. ഡ്യൂ ടു ദ പ്രഷർ, എന്താണ് ഈ ആർട്ടറിയിലെ പ്രഷർ കാരണം ഈ കാപ്പിലറീസിൽ നിന്ന് അതിൻ്റെ ഹോൾസിൽ നിന്ന് ഇവിടെയൊക്കെ എന്താകും, ഈ പ്ലാസ്മ ഊസ് ഔട്ട് ചെയ്ത് വെളിയിൽ വരും അല്ലേ. എന്താകും, ഈ പ്ലാസ്മ ഊസ് ഔട്ട് ചെയ്ത് വെളി വരും. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം ഇങ്ങനെ സെൽസിൻ്റെ ഇടയിൽ കിടന്നാൽ സെൽസൊക്കെ എന്ത് പറ്റും, ഡാമേജ് ആയിപ്പോവും. സെൽസിന് ഓക്സിജനോ ന്യൂട്രിയൻസോ ഒന്നും ലഭിക്കാതെ അതെന്താകും, ഡാമേജ് ആയിപ്പോവും. അന്നേരമാണ് എലിഫൻറ്റാസിസ് അഥവാ മന്ത്രരോഗമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അതിനെ ആ എക്സ്ട്രാ ഫ്ലൂയിഡിനെ, അവിടെ ആ യൂസ് ഔട്ട് ചെയ്ത ഫ്ലൂയിഡിനെ അവിടെ നിന്ന്, ഇപ്പോൾ ഒരുപാട് ഫ്ലൂയിഡ് നമ്മുടെ ബ്ലഡിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ബ്ലഡ് തിക്കാകും അല്ലേ, ബ്ലഡ് എന്താകും, കട്ടിയുള്ളതാകും. തിരിച്ച് ഈ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന് തന്നെ ചെയ്ത് കൊടുക്കണം അല്ലേ. ഇത് തിരിച്ച് ഈ ബ്ലഡ് സർക്കുലേറ്ററി, ഇതിന് ഡയറക്റ്റ് ഇപ്പം ഈ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന് ഇവിടെ നിന്ന് ഇതിനെ കണക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ സെല്ലിനുള്ളിലെ ഫ്ലൂയിഡ് യൂസ് ഔട്ട് ചെയ്ത് വെളിയിൽ വന്നു കഴിഞ്ഞാൽ ആ വെളിയിലുള്ള സെൽസിൻ്റെ ഇടയിലൊക്കെ എന്തുണ്ട്, ബാക്ടീരിയസ് കാണും, അതുപോലെ തന്നെ ഡെബ്രീസ് കാണും, ഡെഡ് സെൽസ് കാണും. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ആവില്ലേ. അപ്പോൾ അത് തിരിച്ച് നമുക്ക് ഇങ്ങനെയുള്ള ബാക്ടീരിയ അടങ്ങിയ ഈ ഫ്ലൂയിഡ് തിരിച്ച് ഡയറക്റ്റ് നമുക്ക് ഈ ഈ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിലോട്ട് അതിനെ എൻട്രി ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതിനെ ഇത് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അനദർ സിസ്റ്റം ഉണ്ട് അല്ലേ. ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിനോടൊപ്പം തന്നെ ഒരു അനദർ സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, ദാറ്റ് ഈസ് ലിംഫാറ്റിക് സിസ്റ്റം. എന്താണത്, ലിംഫാറ്റിക് സിസ്റ്റം. ഈ കാണുന്നതാണ് ലിംഫാറ്റിക് സിസ്റ്റം. ലിംഫാറ്റിക് സിസ്റ്റം ഈ ഫ്ലൂയിഡിനെ എവിടെ എത്തിക്കും, ലിംഫാറ്റിക് സിസ്റ്റത്തിനുള്ളിൽ എന്തുണ്ട്, എൻട്രി ചെയ്യും, ലിംഫാറ്റിക് സിസ്റ്റത്തിൽ എൻട്രി ചെയ്യും. അത് എവിടെ കണക്റ്റ് ആകും, നമ്മളുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ നിറയെ എന്തുണ്ട്, ലിംഫ് നോഡ്സ് ഉണ്ട്. ഈ ലിംഫ് നോഡ്സിൽ ഫിൽട്രൈസ് ചെയ്ത് ഡെബ്രീസിനെയും ബാക്ടീരിയയും ഒക്കെ എന്ത് ചെയ്യും, ഫിൽട്രൈസ് ചെയ്തിട്ട് വീണ്ടും അത് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന് കണക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ് എന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഈ ആർട്ടറിയിലെ പ്രഷർ കാരണം, ഈ ആർട്ടറിയിലെ ബ്ലഡിലെ പ്രഷർ കാരണം ബ്ലഡ് കാപ്പിലറീസിൽ നിന്ന് ബ്ലഡിൻ്റെ കാപ്പിലറിയുടെ ഹോൾസ് വഴി ബ്ലഡിൻ്റെ പ്ലാസ്മ എന്ത് ചെയ്യും, ഊസ് ഔട്ട് ചെയ്ത് സെല്ലിനിടയിൽ വരും. ആ സെല്ലിനിടയിലുള്ള ആ ഒരു ഫ്ലൂയിഡിനെ തിരിച്ച് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന് കണക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു അനദർ സർക്കുലേറ്ററി സിസ്റ്റമാണ് എന്ത്, ലിംഫാറ്റിക് സിസ്റ്റം. ഓക്കെ, ലിംഫാറ്റിക് കാപ്പിലറീസിൻ്റെ ലിംഫാറ്റിക് ബ്ലഡ് വെസൽസ്, ലിംഫാറ്റിക് കാപ്പിലറീസും ബ്ലഡ് കാപ്പിലറീസും തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്ലഡ് കാപ്പിലറീസിൽ എന്താണുള്ളത്, ഹോൾസ് ആണുള്ളത്. എന്താണുള്ളത്, സ്മോൾ ഹോൾസ് ആണുള്ളത്. അതിൽ കൂടിയാണ് ഈ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഒക്കെ നടക്കുന്നത് അല്ലേ. പക്ഷെങ്കിൽ ഈ ലിംഫാറ്റിക് ലിംഫാറ്റിക് കാപ്പിലറിയുടെ പ്രത്യേകത കണ്ടില്ലേ. ഇതിന് എങ്ങനെയുള്ള സ്ട്രക്ചറാണ്, ഓവർലാപ്പിംഗ് സ്ട്രക്ചറാണ്. എങ്ങനെയുള്ള സ്ട്രക്ചറാണ് നോക്കിക്കേ. ഇതിപ്പോൾ ഓവർലാപ്പിംഗ് സ്ട്രക്ചറാണ്. ഇങ്ങനെ ഓവർലാപ്പിംഗ് സ്ട്രക്ചറാണുള്ളത്. നോക്ക്, ഇങ്ങനെ ഓവർലാപ്പിംഗ് സ്ട്രക്ചറാണ് ഇതിനുള്ളത്. ഓവർലാപ്പിംഗ് സ്ട്രക്ചറാണ് എന്തിനുള്ളത്, ലിംഫാറ്റിക് വെസൽസിന് ഉള്ളത്. അപ്പോൾ ഈ ലിംഫാറ്റിക് വെസൽസ്, ഇപ്പോൾ ഈ ഫ്ലൂയിഡ് ഇവിടെ ഊസ് ഔട്ട് ചെയ്ത് വെളിയിൽ വന്നില്ലേ, ഇപ്പോൾ ഇതെന്താണ്, ഇൻ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഇതിനെ എന്തെന്ന് പറയും, ഇൻ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡ് എന്നൊക്കെ പറയും. ഇനി ഈ ഫ്ലൂയിഡ് ടിഷ്യൂവിനിടയിൽ വേറെയുള്ള ഫ്ലൂയിഡ്സും ഒക്കെ ഈ ഇതിനുള്ളിലേക്ക് എൻട്രി ചെയ്യും. എന്തിനുള്ളിൽ, ലിംഫാറ്റിക് വെസൽസ്, അതായത് ലിംഫാറ്റിക് കാപ്പിലറീസിനുള്ളിലേക്ക് എൻട്രി ചെയ്യും. ഈ ലിംഫാറ്റിക് കാപ്പിലറീസിൽ ഇത് എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നതെന്ന് അറിയുമോ. ഇപ്പോൾ ഈ സെല്ലിനിടയിലൊക്കെ ഈ ഫ്ലൂയിഡ് കിടക്കുന്നുണ്ടല്ലോ, ആ ഫ്ലൂയിഡ് പ്രഷറൈസ് ചെയ്യുമ്പോൾ എന്താകും, ഇത് ഓപ്പൺ ആകും. ഈ ലിംഫാറ്റിക് ലിംഫാറ്റിക് ബ്ലഡ് കാപ്പിലറീസിൻ്റെ ഈ ഓവർലാപ്പിംഗ് സ്ട്രക്ചർ കണ്ടോ, ഇതിങ്ങനെ ഓപ്പൺ ആകും. ഓപ്പൺ ആയിട്ട് ഈ ഫ്ലൂയിഡ് ഈ ലിംഫ് വെസൽസിനകത്തോട്ട് എൻട്രി ചെയ്യും. എന്ത് ചെയ്യും, ഈ ലിംഫാറ്റിക് കാപ്പിലറീസിലോട്ട് ഈ ഫ്ലൂയിഡ് എൻട്രി ചെയ്യും.
ഇത് പ്രഷർ സംഭവിക്കുമ്പോൾ എന്താണ്, പ്രഷർ വരുമ്പോഴത്തേക്ക് ഇത് ഓവർലാപ്പിംഗ് സ്ട്രക്ചർ എന്ത് ചെയ്യും, ഓപ്പൺ ആയിട്ട് ഈ ഫ്ലൂയിഡ് ഇതിനുള്ളിലേക്ക് എൻ്റർ ചെയ്യും. ഈ സെൽസിനിടയിലുള്ള ഊസ് ഔട്ട് ചെയ്ത ഫ്ലൂയിഡ് ഈ ലിംഫാറ്റിക് ക്യാപ്പിലറീസിലോട്ട് എൻ്റർ ചെയ്യും. ലിംഫാറ്റിക് ക്യാപ്പിലറീസിലോട്ട് ഇത് എൻ്റർ ചെയ്യും. വൺസ് ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫുള്ളി ഫ്ലൂയിഡ് ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് പ്രഷർ വരും അല്ലേ. അകത്ത് പ്രഷർ വന്നു കഴിയുമ്പോൾ എന്താകും, ഇതങ്ങ് ക്ലോസ് ആകും. എന്താകും, ഇത് ക്ലോസ് ആകും. ദെൻ ഈ ഇവിടെയുള്ള ഫ്ലൂയിഡ് ഉള്ളിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ അകത്ത് ഫോഴ്സ് വന്നത് ക്ലോസ് ആകും. നൗ നമ്മൾ ഈ ഫ്ലൂയിഡിനെ എന്താണ് വിളിക്കുന്നത്, ലിംഫ് എന്ന് വിളിക്കും. നമ്മൾ ഈ ഫ്ലൂയിഡിനെ ഇനി നമ്മൾ എന്ത് വിളിക്കും, ലിംഫ്. ഈ ബ്ലഡ് ക്യാപ്പിലറീസിൽ നിന്ന് ഊസ് ഔട്ട് ചെയ്ത ഫ്ലൂയിഡ് ഈ ടിഷ്യൂവിൽ കാണപ്പെടുമ്പോൾ അതിനെ നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് ഓർ ടിഷ്യൂ ഫ്ലൂയിഡ്സ് എന്ന് പറയും അല്ലേ. അതിനുള്ളിൽ ഇപ്പോൾ എന്തുണ്ട്, ആ പ്ലാസ്മയ്ക്കുള്ളിൽ എന്തുണ്ട്, ഡെബ്രീസ് ഉണ്ട്, ഡെഡ് സെൽസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ബാക്ടീരിയാസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ചാണ് ഈ ലിംഫ് വെസൽസിനോട് എൻട്രി ചെയ്യുന്നത്. നൗ ഈ ഫ്ലൂയിഡിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ലിംഫ് എന്ന് വിളിക്കും. ലിംഫ് എന്ന് വിളിക്കും. അപ്പോൾ ലിംഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലിംഫ് ഈസ് എ വാട്ടറി ഫ്ലൂയിഡ് ദാറ്റ് മൂവ് ത്രൂ യുവർ ലിംഫാറ്റിക് സിസ്റ്റം. ലിംഫ് എന്ന് പറയുന്നത് വാട്ടറി ഫ്ലൂയിഡാണ്. അത് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ കൂടി മൂവ് ചെയ്യുന്നു. ലിംഫാറ്റിക് സിസ്റ്റം ഹെൽപ്പ് സപ്പോർട്ട് യുവർ ഓവറോൾ ഹെൽത്ത്. അതായത് ലിംഫാറ്റിക് സിസ്റ്റം എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ ലിംഫ് എന്ന് പറയുന്നത് എന്താണ്, കളക്ട് ഫ്ലൂയിഡ് ഫ്രം യുവർ ടിഷ്യൂസ്. ലിംഫ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ടിഷ്യൂവിൽ നിന്ന് ഫ്ലൂയിഡിനെ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. ആൻഡ് റിട്ടേൺസ് ദം ടു യുവർ ബ്ലഡ്. അത് എങ്ങോട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങോട്ട് തിരിച്ചു കൊടുക്കും, ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നിന്നാണ് ഇത് എന്ത് ചെയ്തത്, ഊസ് ഔട്ട് ചെയ്ത് ഈ ഫ്ലൂയിഡ് വെളിയിൽ വന്നത് അല്ലേ. തിരിച്ച് ആ ഫ്ലൂയിഡിനെ ഈ ലിംഫാറ്റിക് സിസ്റ്റം എങ്ങോട്ട് കണക്ട് ചെയ്യും, ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന് കണക്ട് ചെയ്യും. ഇറ്റ് ക്യാരീസ് ന്യൂട്രിയൻസ് ആൻഡ് പ്രോട്ടീൻസ് ടു യുവർ സെൽസ് ആൻഡ് ടിഷ്യൂ ആൻഡ് ഇറ്റ് ഓൾസോ കളക്ട് എനി ഹാംഫുൾ സബ്സ്റ്റൻസ് ഫൗണ്ട് ഇൻ യുവർ സെൽസ് ആൻഡ് ടിഷ്യൂ. അതായത് ടിഷ്യൂസിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസിനെയും സെൽസിനെയും അവിടെ ഡെഡ് സെൽസൊക്കെ കാണുമല്ലോ, അതിനെയെല്ലാം എന്ത് ചെയ്യും, ഇത് കളക്ട് ചെയ്യും. ഈ ലിംഫാറ്റിക് ലിംഫിനകത്ത് കളക്ട് ചെയ്യും. ലിംഫാറ്റിക് സെൽസിനുള്ളിലേക്ക് അത് ഈ ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് ലിംഫിലോട്ട്, അതായത് ഈ ലിംഫാറ്റിക് വെസൽസിലോട്ട് കണക്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞു, അപ്പോൾ ഇവിടെയുള്ള ഫ്ലൂയിഡ് ഇപ്പോൾ ലിംഫ് വെസൽസിനുള്ളിലേക്ക് കണക്റ്റ് ആയി അല്ലേ. എങ്ങോട്ട് കണക്റ്റ് ആയി, ലിംഫ് വെസൽസിനുള്ളിലേക്ക് കണക്റ്റ് ആയി. ഈ ലിംഫ് വെസൽസിനുള്ളിലേക്ക് കണക്റ്റ് ആയി ഈ ഫ്ലൂയിഡിനുള്ളിൽ ഇപ്പോൾ ബാക്ടീരിയ ഉണ്ട് അല്ലേ, ബാക്ടീരിയ ഉണ്ട്, ഡെഡ് സെൽസ് ഉണ്ട്. ഇതിനെയൊക്കെ എന്ത് ചെയ്യണം, ഫിൽട്രൈസ് ചെയ്യണം. ഈ നിറയെ ഈ ലിംഫാറ്റിക് വെസൽസിനകത്ത് നിറയെ എന്തുണ്ട്, WBC ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്. അതെന്താണ് ജോലി ചെയ്യുന്നത്, WBC ഒരു പോലീസിനെ പോലെ പ്രവർത്തിക്കും. എന്താണ് WBC എന്ന് പറയുന്നത്, എന്താണ്, പോലീസാണ്. പോലീസ് എന്താണ്, കള്ളന്മാരെ കണ്ട അന്നേരം പിടിച്ചു കിട്ടത്തില്ലേ, അതുപോലെ ഇപ്പം ഇതിന് ലിംഫാറ്റിക് സിസ്റ്റത്തിലോട്ട് ഈ ലിംഫ് നോഡ്സിനുള്ളിലേക്ക് ബാക്ടീരിയയൊക്കെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ WBC ആക്ട് ചെയ്യും. WBC ഡിഫെൻസ് മെക്കാനിസമാണ്. അതിൻ്റെ ഫങ്ഷൻ എന്താണ്, ഡിഫെൻസ് മെക്കാനിസമാണ്. അതായത് ആ ബാക്ടീരിയയൊക്കെ എന്ത് ചെയ്യും, കില്ല് ചെയ്യും. ബാക്ടീരിയയൊക്കെ കില്ല് ചെയ്ത് ഫിൽട്രൈസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇനി ആ ഫ്ലൂയിഡ് ഇപ്പം ഈ ലിംഫ് നോഡ്സിനുള്ളിൽ ഈ എൻട്രി ചെയ്ത ഫ്ലൂയിഡ് എന്ത് ചെയ്യപ്പെട്ടു, ഫിൽട്രൈസ് ചെയ്യപ്പെട്ടു, ക്ലീൻ ചെയ്യപ്പെട്ടു അല്ലേ. ഇനി അത് നമുക്ക് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന് കണക്ട് ചെയ്യണം. ഈ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന് ഇനി ആർട്ടറിക്കാണോ തിരിച്ച് കണക്ട് ചെയ്യുന്നത്, അതോ വെയിനാണോ? അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എന്തായിരിക്കും അതിൻ്റെ റീസൺ. ആർട്ടറിക്ക് കണക്ട് ചെയ്ത് കൊടുക്കും, അതോ വെയിനിന് കണക്ട് ചെയ്ത് കൊടുക്കും? ഞാൻ ആദ്യമേ പറഞ്ഞു എന്താണ്, ആർട്ടറിയിൽ ബ്ലഡിന് പ്രഷറുണ്ട് അല്ലേ. ആർട്ടറിയിലെ ബ്ലഡിന് പ്രഷറുണ്ട്. ആ പ്രഷർ ഇവിടെ തീർന്നു. ഇവിടെ ആ ഫ്ലൂയിഡ് എന്താണ് ഊസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ പ്രഷർ കുറഞ്ഞിട്ടാണ് ദെൻ വെയിനിലോട്ട് കണക്റ്റ് ആയിരിക്കുന്നത്. ഇനി വെയിനിലെ ബ്ലഡിന് എന്തില്ല, പ്രഷർ അധികമില്ല. ആർട്ടറിയിലെ പ്രഷർ കൂടുതലാണ്, വെയിനിലെ പ്രഷറുണ്ട് പക്ഷേ കുറവേ ഉള്ളൂ. അപ്പോൾ തിരിച്ച് ഈ ഫ്ലൂയിഡിനെ നമ്മൾ എങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നത്, വെയിനിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. തിരിച്ച് ഈ ലിംഫാറ്റിക് വെസൽ ദാറ്റ് കണക്ട് ദ ഫ്ലൂയിഡ് ഇൻ ടു ദ എങ്ങോട്ട്, വെയിനിലേക്കാണ് അത് കണക്റ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ ലിംഫാറ്റിക് സിസ്റ്റത്തിന് ഇത് മാത്രമല്ല ഫങ്ഷൻ. ഇപ്പം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഫുഡൊക്കെ ഇൻറ്റസ്റ്റൈനിലെ ഫുഡൊക്കെ ഡൈജസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്തെടുക്കുന്നത് അവിടെയുള്ള ബ്ലഡ് ക്യാപ്പിലറീസാണ്.
ഈ ബ്ലഡ് ക്യാപ്പിലറീസ് അതിനെ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. പക്ഷെങ്കിൽ ഫാറ്റ് ഉണ്ടല്ലോ, ഫാറ്റിനെ അബ്സോർബ് ചെയ്യാൻ ഈ ബ്ലഡ് ക്യാപ്പിലറീസിന് പറ്റത്തില്ല. അതിൻ്റെ ഹോൾസ് വളരെ സ്മോൾ ആയതുകൊണ്ട് എന്താണ്, ഫാറ്റ് തിക്കല്ലേ, അത് ഈ ബ്ലഡ് ക്യാപ്പിലറീസ് അതിനെ അബ്സോർബ് ചെയ്തെടുക്കാൻ അതിന് ബുദ്ധിമുട്ടാണ്. അപ്പം എന്താണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മളുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിന് ഓവർലാപ്പിംഗ് സ്ട്രക്ചറാണുള്ളത്. എങ്ങനെയുള്ള സ്ട്രക്ചറാണ് ലിംഫാറ്റിക് സിസ്റ്റത്തിനുള്ളത്? ഓവർലാപ്പിംഗ് സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിൽ കൂടി ഇത് ഓപ്പൺ ആകുമ്പോൾ ഇതിൽ കൂടി എന്ത് ചെയ്യാൻ, ഈ കട്ടിയുള്ള സബ്സ്റ്റൻസിനൊക്കെ എൻറ്റർ ചെയ്യാൻ എളുപ്പമാണ്. ബ്ലഡ് ക്യാപ്പിലറീസിന് സ്മോൾ ഹോൾസ് ഉള്ളതുകൊണ്ട് അതിലോട്ട് ഫാറ്റൊന്നും എൻറ്റർ ചെയ്തില്ല. അപ്പം ലിംഫാറ്റിക് വെസൽസിൻ്റെ, അതായത് ലിംഫാറ്റിക് വെസൽസിൻ്റെ മറ്റൊരു ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ ലിംഫാറ്റിക് ക്യാപ്പിലറിയുടെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ഫാറ്റിനെ അബ്സോർബ് ചെയ്ത് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നൊരു ഫംഗ്ഷനും കൂടി എന്തിനുണ്ട്, ഈ ലിംഫ് വെസൽസിനുണ്ട്, അതായത് ലിംഫ് ക്യാപ്പിലറീസിനുണ്ട്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ഒരു ഓവർലാപ്പിംഗ് സ്ട്രക്ചർ ആയതുകൊണ്ട് തിക്ക് സബ്സ്റ്റൻസ് ഒക്കെ ഇതിനുള്ളിലേക്ക് ഈസിലി എൻറ്റർ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളുടെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം. കണ്ടോ, ഓൾ ഓവർ നമ്മുടെ ബ്ലഡ് ക്യാപ്പിലറീസ് ഒക്കെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം എന്തുണ്ട്, ഈ ലിംഫ് വെസൽസും ഉണ്ട്. ഈ ലിംഫ് വെസൽസ് എവിടെയൊക്കെ ഈ ഫ്ലൂയിഡ് ഊസ് ഔട്ട് ആവുന്ന സെല്ലുകളിൽ അവിടെ നിന്നെല്ലാം ഇതിനെ കളക്ട് ചെയ്ത് ഫിൽട്രൈസ് ചെയ്ത് എവിടെ കണക്ട് ചെയ്യും, നമ്മുടെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന് കണക്ട് ചെയ്ത് തിരിച്ചു കൊടുക്കും. എന്താണ്, നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിനെ അബ്സോർബ് ചെയ്ത് സർക്കുലേറ്ററി സിസ്റ്റത്തിന് എത്തിച്ചു കൊടുക്കുക എന്നൊരു ഫംഗ്ഷനും കൂടി എന്തിനുണ്ട്, ഈ ലിംഫാറ്റിക് വെസൽസിന് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നൊരു ഫംഗ്ഷനും കൂടി എന്തിനുണ്ട്, ലിംഫാറ്റിക് സിസ്റ്റത്തിന് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഡ്രെയിനിങ് ദ ലിംഫ് ഫ്രം ദ ടിഷ്യൂവിലുള്ള ഫ്ലൂയിഡിനെ അല്ലെങ്കിൽ ലിംഫിനെ എന്ത് ചെയ്യുക, ഡ്രെയിൻ ചെയ്യുക എന്നൊരു ഫംഗ്ഷനുണ്ട്. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫാറ്റ്സിനെ അബ്സോർബ് ചെയ്യുക ഡൈജസ്റ്ററി ട്രാക്റ്റിൽ നിന്ന്, അബ്സോർബിങ് ഫാറ്റ്സ് ഫ്രം ദ ഡൈജസ്റ്ററി ട്രാക്ട്. ദെൻ ഫൈറ്റിംഗ് ഡിസീസ് ആൻഡ് ഇൻഫെക്ഷനെതിരെയും ഡിസീസിനെതിരെയും ഫൈറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഫംഗ്ഷനും കൂടി എന്തിനുണ്ട്, ലിംഫാറ്റിക് സിസ്റ്റത്തിനുണ്ട്. ട്രാൻസ്പോർട്ടിംഗ് ആൻഡ് റിമൂവിങ് വേസ്റ്റ് പ്രോഡക്റ്റ് ആൻഡ് അബ്നോർമൽ സെൽസ് ഫ്രം ദ ലിംഫ്, അതായത് ലിംഫിൽ നിന്ന് അബ്നോർമൽ സെൽസിനെ വേസ്റ്റ് പ്രോഡക്റ്റിനെ എന്ത് ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്യുക അല്ലേ എന്നൊരു ഫംഗ്ഷനും, റിമൂവ് ചെയ്യുക ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നൊരു ഫംഗ്ഷനും കൂടിയുണ്ട്. പിന്നെ നമ്മുടെ ടോക്സിൻസിനെയൊക്കെ ഫിൽറ്ററിങ് ഔട്ട് ചെയ്യുന്ന ഫംഗ്ഷനും കൂടി എന്തിനുണ്ട്, ലിംഫാറ്റിക് സിസ്റ്റത്തിന് ഉണ്ട്. അപ്പം ഇത് മനസ്സിലാവാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കുറച്ചും കൂടി വിശദമായിട്ട് ഈ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് വിടാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ ഓൺ നെക്സ്റ്റ് വീഡിയോ.